നിങ്ങൾ എല്ലാ ഗ്രഹങ്ങളെയും നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ കാണുവാനായിട്ട് ഒരു നല്ല അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ ഗ്രഹമായ ബുധൻ, ശുക്രൻ, പിന്നെ ഭൂമി നമുക്ക് ഇവിടെ ഉണ്ട്, പിന്നെ ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, ഇത്രയും ഗ്രഹങ്ങൾ കാണാം. പിന്നെ ഉള്ളത് നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ആണ്. നെപ്റ്റ്യൂണും പ്ലൂട്ടോയും നമുക്ക് ഒരിക്കലും കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കില്ല, അതിന് ടെലസ്കോപ്പ് തന്നെ വേണം. അപ്പോൾ നെപ്റ്റ്യൂണിനെ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളെയും നിങ്ങൾക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഡിസംബർ 25 മുതൽ ജനുവരി 1 തീയതി വരെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് പടിഞ്ഞാറേക്ക് നോക്കി നിൽക്കുവാണ്, വെസ്റ്റ്. അപ്പോൾ ഇവിടെ എസ് കാണാം, സൗത്ത്, ഈസ്റ്റ്, നോർത്ത്. ഇതുപോലെയാണ് നൈറ്റ് സ്കൈ വരുന്നത്. നോക്ക്, സൺസെറ്റിന് തൊട്ട് മുന്നേ 1 മണിക്കൂർ മുന്നേ ഉള്ള സീനാണ് ഈ കാണുന്നത്. അപ്പോൾ സണ്ണ് സെറ്റ് ചെയ്തു, അത് വെസ്റ്റ് ഡയറക്ഷൻ. ഇതും നൈറ്റ് സ്കൈ തന്നെ. നമ്മൾ താഴത്ത് കിടന്നിട്ട് പടിഞ്ഞാറേക്ക് നോക്കി നമ്മൾ അത് നിന്നു, അത് കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. തല കിഴക്ക് ഭാഗം വരുന്ന രീതിയിൽ വന്നിട്ട് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന സ്കൈ ആണ് ഈ കാണുന്നത്. ഇവിടെ വെസ്റ്റ് കാണാം, അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് സൗത്ത് കാണാം, ബാക്കിലായിട്ട് മുകളിൽ ഈസ്റ്റ് കാണാം, അതുപോലെ തന്നെ വലതുവശത്തായിട്ട് നോർത്തും കാണാം. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് വെസ്റ്റിന് കുറച്ച് മുകളിലായിട്ട് നമുക്ക് നല്ല ബ്രൈറ്റായിട്ട് വീനസിനെ കാണാം. അതിന് തൊട്ട് മുകളിലായിട്ട് കുറച്ച് ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ട് സാറ്റേൺ കാണാം. പിന്നെ തലയ്ക്ക് മുകളും കഴിഞ്ഞിട്ട് കുറച്ച് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങിയിട്ട് നല്ല ബ്രൈറ്റായിട്ട് വീനസിനെ പോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ട്, അത്ര ഉണ്ടാവില്ല, കുറച്ച് ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ട് ജൂപ്പിറ്റർ കാണാം, വ്യാഴം ഗ്രഹം കാണാം. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീനസ് വെസ്റ്റിൽ സെറ്റ് ആവാറാവും, അസ്തമിക്കാറാവും. അതിന് തൊട്ട് മുകളിലായിട്ട് സാറ്റേണും അതുപോലെ തന്നെ കാണാം. ജൂപ്പിറ്റർ ഏകദേശം തലയ്ക്ക് മുകളിലൊക്കെ ആ സമയത്ത് വരും. ഓറിയോൺ നക്ഷത്രക്കൂട്ടം കാണാൻ സാധിക്കും, ഹണ്ടർ. അതുപോലെ തന്നെ തൊട്ട് കിഴക്ക് ഭാഗത്തായിട്ട് നല്ല ബ്രൈറ്റായിട്ട് ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്റ്റാർ സിറിയസും കാണാൻ സാധിക്കും. ആ സമയത്ത് കുറച്ച് വലതുഭാഗത്തായിട്ട് ഈസ്റ്റിൻ്റെ അടുത്തായിട്ട് മാർസ്, ചൊവ്വാഗ്രഹം ഉദിച്ചു വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ തലയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ ഒരു ബാൻഡായിട്ട് നമ്മൾ മിൽക്കി വേയുടെ ഒരു എഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ രാത്രി 12 മണിയുടെ അടുത്തായപ്പോൾ മാർസ് തലയ്ക്ക് മുകളിൽ വന്നു. ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ചന്ദ്രൻ ഉദിച്ചു വരും. അത് ചന്ദ്രൻ്റെ കാര്യം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ചന്ദ്രൻ 26-ാം തീയതി 27-ാം തീയതി ഒക്കെ ആകുമ്പോൾ ഉദിക്കുന്നത് ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. രാവിലെ ഒരു 6 മണിയൊക്കെ ആവാൻ നേരത്ത് മെർക്കുറി കാണാൻ സാധിക്കും, ഏറ്റവും ആദ്യത്തെ ഗ്രഹം ബുധൻ ഗ്രഹം. സൂര്യന് തൊട്ടടുത്തായിട്ടായിരിക്കും എപ്പോഴും ഉള്ളത്. ഈ സമയത്ത് പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ ഒരു 6 മണിക്ക് മുന്നേ ആയിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കിഴക്ക് ഭാഗത്തായിട്ട്, കിഴക്ക് ഒരല്പം തെക്ക് മാറി മെർക്കുറി കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കും. മെർക്കുറി കാണുന്നത് രാവിലെ സൂര്യോദയത്തിന് തൊട്ട് മുന്നേ ആയിരിക്കും ഇപ്പോഴും. ഈ ഒരു 1-2 ആഴ്ച കൂടി മെർക്കുറിനെ ഈ സമയത്ത് രാവിലെ കാണാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മെർക്കുറി കാണാൻ പറ്റാതെയാവും. പിന്നെ മെർക്കുറി കാണുക ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ആയിരിക്കും. അപ്പോൾ മെർക്കുറി കാണാം, വീനസ് കാണാം, പിന്നെ എർത്ത് നമ്മൾ നിൽക്കുന്നു, പിന്നെ മാർസ് കാണാം, ജൂപ്പിറ്റർ കാണാം, സാറ്റേൺ കാണാം, യുറാനസ് കാണാം. എല്ലാ ഗ്രഹങ്ങളും നമുക്ക് ഇപ്പോൾ കാണാം. ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ സ്ഥിരമായി അറിയുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.